എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു പെക്കാഹോളിക്സ്. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ജോബു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ട്രക്കിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ എടുക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ഞാനൊരു വെക്കേഷനിലായിരുന്നു. പിന്നെ നമ്മൾ പുതിയ വണ്ടിയിലോട്ട് മാറി. ഞാൻ രഞ്ജുപോയല്ല ഇപ്പോൾ ഓടിക്കുന്നത്. ഞാൻ സന്തോഷേട്ടനോടാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ഒരു ബ്ലാക്ക് ട്രക്കിൽ നിന്ന് മാറി ഒരു വൈറ്റ് ട്രക്കിലോട്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ ആ വൈറ്റ് ട്രക്കൊക്കെ ഒന്ന് കാണിച്ചായിരുന്നു. ആ ട്രക്കിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അതിനുശേഷം ചെറിയൊരു വെക്കേഷന് പോയി. അപ്പം മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിക്കിടന്ന് എഗെയിൻ നമ്മൾ ആ ബ്ലാക്ക് ട്രക്കിലോട്ട് പോകണം. രഞ്ജു ബ്രോയ്ക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി ഈ ട്രിപ്പ് എടുക്കുന്നില്ല. പകരം ഞാനാണ് ആ ട്രിപ്പ് എടുക്കുന്നത്. എൻ്റെ കൂടെ ഷോൺ എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് വരുന്നത്. ഞാൻ പരിചയപ്പെടുത്താം. അതിന് മുമ്പായിട്ട് നമ്മൾ ട്രിപ്പ് പോകുന്നതിന് മുമ്പ് അരിസോണ ടെമ്പെ എന്നൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് CMMCയുടെ കനേഡിയൻ മലയാളി മോട്ടോർ സൈക്കിൾ ക്ലബിൻ്റെ ഒരു എൻഡ് ഓഫ് ദ സീസൺ മീറ്റപ്പ് ഉണ്ട്. ഞാൻ ശരിക്കും ഇന്ന് ട്രിപ്പ് എടുക്കാൻ വേണ്ടി പ്ലാൻഡ് അല്ലായിരുന്നു. പിന്നെ രഞ്ജു ബ്രോയ്ക്ക് ഇങ്ങനെ വയ്യാതെ വന്നു. നമുക്ക് ആ ട്രിപ്പ് ഓൾറെഡി എടുത്തിട്ടിരുന്നതുകൊണ്ട് അത് നമുക്ക് ക്യാൻസൽ ചെയ്യാനും പറ്റത്തില്ല. പിന്നെ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻഡ് ഓഫ് ദ സീസണിൽ ബൈക്കുമായിട്ട് പോകാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ അങ്ങോട്ട് പോകണം. അമലുണ്ട്. അമലാണ് എന്നെ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ മീറ്റപ്പ് നടക്കുന്ന സ്ഥലത്തോട്ട് പോവാണ്. എന്നിട്ട് എല്ലാവരെയും കണ്ട് ഒരു ഹായ് ഒക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നേരെ ട്രക്കിലോട്ട് പോകണം. ഇത് രാവിലെ വണ്ടി എടുക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞത്. ഞാൻ കുറച്ചൊന്ന് ചവിട്ടി ഇതൊന്ന് കണ്ടിട്ട് പോകണം. ഞാൻ ഇതിനു വേണ്ടി കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മളിപ്പം CMMCയുടെ ഒരു മീറ്റപ്പ് മിസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എന്തായാലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ടും പോയേക്കാം. അപ്പോൾ നമ്മളിവിടെ എത്തി. CMMCയുടെ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ റൈഡേഴ്സും അവരും എത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ വണ്ടികളെല്ലാം ഒന്ന് കാണിക്കാം. കമ്മിങ് സൂൺ. ഹലോ, എന്തായി? സുഖം സുഖം. എന്താണ് അപ്പോൾ അവർ റൈഡായിട്ട് പോയിട്ടുണ്ട്. ഏകദേശം ഒരു 65 കിലോമീറ്ററിൻ്റെ ഒരു ലൂപ്പാണ്. അടിച്ച് കറങ്ങിയിട്ട് ഇവിടെ തന്നെ തിരിച്ചു വരും. അപ്പം ലാൽജിയങ്ങളുണ്ട് നമ്മുടെ കൂടെ.
ലാൽജിങ്ങൾ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ലാൽജിങ്ങളുടെ ലാസ്റ്റ് വീഡിയോ ഭയങ്കര മല്ലുകൂസിയൊക്കെ നല്ല വീഡിയോ, നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടി. അപ്പം ഞങ്ങളുടെ ഏറ്റവും സീനിയർ മോസ്റ്റ് മെമ്പറാണ് ലാൽജിങ്ങൾ. 74 അല്ലേ നിങ്ങളിപ്പോൾ? 73. ഓക്കെ, സോറി, പ്രായം കൂട്ടി പറഞ്ഞു. 50 വർഷമായി ഇവിടെ വന്നിട്ട്. 79 തൊട്ട് വണ്ടി ഓടിക്കുന്നതാണ്. അപ്പം ഞാനും ലാൽജിങ്ങളിൽ വണ്ടി എടുത്തിട്ടില്ല, തണുപ്പായിട്ട് ലാൽജിങ്ങൾ വണ്ടി എടുത്തിട്ടില്ല. അപ്പം നമ്മൾ ട്രോൺ മേലോട്ട് പോയിട്ട് താഴോട്ട് വന്നിട്ടില്ല, അതുപോലെ നടക്കൂടെ. യാ, അപ്പം നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് പോവുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിനിപ്പോൾ പോകുന്നത് ട്രക്ക് എടുക്കാൻ വേണ്ടിയാണ്. യാർഡിലല്ല, ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് വണ്ടി വർക്ക്ഷോപ്പിലാണ്, ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക്ഷോപ്പിൽ കിടക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിനിയും വർക്ക്ഷോപ്പിൽ പോയിട്ട് വേണം ട്രക്ക് എടുക്കാൻ, സാധനങ്ങളെല്ലാം കയറ്റണം. യെസ്, അപ്പം നമ്മൾ നേരെ വർക്ക്ഷോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സാധനം ഇറക്കണമെങ്കിൽ ഇവിടെ ഇട്ടിട്ട് നോക്കിയിട്ട് വരാം. നോക്കിയിട്ട് വരാം. ഇത് നമ്മുടെ ഇതെല്ലാം പൊക്കോണ്ട്. ഇതെന്താ ട്രെയിലർ കണക്ട് ചെയ്ത് ടാങ്കറൊക്കെ കണക്ട് ചെയ്തിട്ടേക്കുന്നു. സംഭവം എന്താണ് അറിയത്തില്ല. എന്തായാലും എൻ്റെ കുറേ സാധനങ്ങളില്ലാതെ ഇരിപ്പുണ്ട്, അതെടുക്കണം. യെസ്, അപ്പോൾ അതെടുത്തിട്ടൊക്കെ ഇത് ടാങ്കറൊക്കെ കണക്ട് ചെയ്ത് എനിക്ക് ആദ്യം വണ്ടി കണ്ടപ്പോൾ മനസ്സിലായില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിവിടെ വർഷോപ്പിൽ ചോദിച്ചു വണ്ടി എന്ത് മറ്റേ വെള്ളവണ്ടി എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അങ്ങനെ വിളി കിടപ്പുണ്ട്. ഞാനിവിടെ ഉള്ള വെള്ളവണ്ടിയെല്ലാം തപ്പി കിടന്നത്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഒരു ടാങ്കറുമായിട്ട് ഇത് കണക്ട് ചെയ്ത് കിടക്കുവാന്ന്. എന്തായാലും നമുക്ക് ഈ നമ്മുടെ വണ്ടിയുടെ ഓയിലെല്ലാം മാറാൻ വേണ്ടി വന്നതാണ്. ഓയിലെല്ലാം ചെക്ക് ചെയ്തിട്ട് പോയേക്കാം. അപ്പോൾ നമ്മൾ ട്രക്കിൻ്റെ പ്രീ ട്രിപ്പ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ജസ്റ്റ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞ ലോങ് പോകുന്നതല്ലേ, അപ്പം പ്രോപ്പറായിട്ട് പ്രീ ട്രിപ്പ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ യാർഡിലോട്ട് പോകണം. യാർഡിൽ പോയിട്ട് വേണം ട്രെയിലർ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ലോഡും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടി. ഇച്ചിരി ലേറ്റാണ്, രാവിലെ പരിപാടിക്ക് വേണ്ടി കുറച്ച് ലേറ്റാണ്. അപ്പം നമ്മൾ യാർഡിലോട്ട് എത്രയും പെട്ടെന്ന് പോട്ടെ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ യാർഡിലോട്ട് എത്താറായി. അവിടെ പോയിട്ട് ട്രെയിലർ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഒന്ന് പ്രീ ട്രിപ്പ് ചെയ്തിട്ട് വേണം വെയിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം ഷോൺ വരുന്നു, ഇപ്പോൾ വിളിച്ചായിരുന്നു, കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പേപ്പറെല്ലാം വന്ന് എടുത്ത് ചെക്ക് ചെയ്തു. പക്ഷേ ട്രെയിലർ ഇവിടെ അല്ല. ട്രെയിലർ നമ്മുടെ കമ്പനിയിൽ തന്നെ പുതിയൊരു യാർഡിലാണ്. അപ്പോൾ അങ്ങോട്ട് പോകണം. ഏകദേശം ഒരു 10 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണം. പിന്നെ അതുപോലെ മാനിഫെസ്റ്റിൻ്റെ അകത്ത് എൻ്റെ പേര് തന്നെയാണോ എന്നൊക്കെ ചെക്ക് ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ രഞ്ജു ബ്രോയ്ക്ക് പറഞ്ഞിരുന്ന ട്രിപ്പാണ്. അപ്പം എൻ്റെ ആണെന്ന് ആദ്യം തന്നെ നോക്കണം, അല്ലെങ്കിൽ പെട്ടുപോകും. ബോർഡറിൽ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ എനിക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അമൽ പോയി ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നു. ഞാനപ്പോഴത്തേക്ക് അടുത്ത പുതിയ യാർഡിലെത്തി. നമുക്ക് സാധനങ്ങൾ ഇനി വണ്ടിക്കകത്ത് കയറ്റണം. വേറൊന്നുമില്ല. അപ്പം അമൽ പോവാണ്. നമ്മൾ സാധനങ്ങളെല്ലാം നമ്മൾ കയറ്റി ഫുഡെല്ലാം ഫ്രിഡ്ജിനകത്ത് കയറ്റി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം എല്ലാം ഓൾമോസ്റ്റ് റെഡിയാണ്. ട്രെയിലർ ബുക്ക് ചെയ്യണം. അപ്പോൾ ഓക്കേടാ, നീ കിട്ടോ? വേറൊന്നുമില്ലല്ലോ അല്ലേ? വേറൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ യാർഡിനകത്ത് എത്തി. ഇതാണ് നമ്മുടെ ട്രെയിലർ. ഇതിന് ഹുക്ക് ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ റീഫർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ പ്രീ ട്രിപ്പ് ചെയ്ത് ട്രെയിലർ ഒന്ന് ചെക്ക് ചെയ്യണം. ഒന്ന് ഹുക്ക് ചെയ്യട്ടെ. ആദ്യം ഒന്ന് ഹുക്ക് ചെയ്തിട്ട് നമുക്ക് ട്രെയിലറെല്ലാം ചെക്ക് ചെയ്യാം. ഓക്കേ. വണ്ടിയെല്ലാം ചെക്ക് ചെയ്തു. പ്രീ ട്രിപ്പ് എല്ലാം കഴിഞ്ഞു. ലാൻഡിങ് ഗിയറെല്ലാം പൊക്കി
ലൈറ്റ്സ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് പ്രീ ട്രിപ്പ് എല്ലാം കഴിഞ്ഞു. ബ്രേക്സ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ലോഡ് ചെക്ക് ചെയ്തതെല്ലാം സെക്യൂറാണ്. ഇനിയിപ്പോൾ നമുക്ക് വെയിറ്റ് നോക്കണം. വെയിറ്റ് എത്രത്തോളം അറിയത്തില്ല. എനിക്ക് പേപ്പറിനകത്ത് കാണിക്കുന്നത് 42,000 ആണ് പൗണ്ട്. ഇച്ചിരി കൂടുതലാണ്, അറിയത്തില്ല. സ്കെയിൽ ചെയ്യുമ്പോൾ അറിയത്തില്ല എന്തോരം ബാലൻസ്ഡ് ആയിട്ടാണ് പ്രോപ്പറായിട്ടാണ് കിടക്കുന്നത് നോക്കണം ടാൻഡത്തിലൊക്കെ. ഷോണിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഷോൺ വന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. അതിനു മുമ്പ് എന്തായാലും വെയിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ലോഗ് ബുക്കിലെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലോഗ് ബുക്ക്. സാധാരണ ഇത് മൗണ്ടഡ് ആയിട്ടാണ് വേണ്ടത്. നമ്മുടെ പക്ഷേ മൗണ്ട് ഊരിപ്പോയി. അപ്പം നമുക്കിതിനകത്ത് ലോഡ് ഇൻഫോയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യണം. എന്നിട്ട് പ്രീ ട്രിപ്പ് കാര്യങ്ങളെല്ലാം ഇപ്പം സർട്ടിഫൈ ചെയ്യണം. നമ്മൾ ലോഗ് ബുക്ക് ഇപ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ A to Z കാര്യങ്ങൾ, ട്രിപ്പിൻ്റെ എല്ലാ A to Z കാര്യങ്ങളും ഞാൻ പല വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മെയിൻലി ട്രക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, നമ്മുടെ ഓട്ടത്തിൻ്റെ കാര്യങ്ങൾ, നമ്മൾ എത്ര മണിക്കൂർ ഓടുന്നുണ്ട്, എത്ര മണിക്കൂർ ബ്രേക്ക് എടുക്കുന്നുണ്ട്, അതെല്ലാം മോണിറ്റർ ചെയ്യുന്ന ലോഗ് ബുക്ക് ത്രൂ ആണ്. നമ്മൾ ഏതൊരു സ്കെയിലിൽ പുൾ ഓവർ ചെയ്താൽ പോലും ആദ്യം ചോദിക്കുന്ന ലോഗ് ബുക്കിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം ഉടായ്പകളൊന്നും കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ ഡ്രൈവിങ് വണ്ടി അനങ്ങി കഴിഞ്ഞാൽ ലോഗ് ബുക്ക് ഉണ്ടാകും. അപ്പോൾ ഞാൻ ലോഗ് ബുക്കിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം. ഒരു വഴിക്ക് പോകുന്നല്ലേ. വെയിറ്റ് എല്ലാം എടുത്തു. വണ്ടി ഓക്കെയാണ്. വെയിറ്റെല്ലാം ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്, കുഴപ്പമില്ല. അപ്പം ഇതാണ് ഷോൺ അല്ലേ. കാര്യമായിട്ട് ബില്ല് എഴുതണം. നമ്മൾ സ്കെയിൽ ടിക്കറ്റൊക്കെ എടുത്തതിൻ്റെ ബില്ലും കാര്യങ്ങളെല്ലാം എഴുതണം. ഒരു കമ്പനിക്ക് അത് കൊടുത്താൽ മാത്രമേ നമുക്ക് റീഫണ്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് പുള്ളി എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഹായ് ഒക്കെ പറയൂ. അപ്പോൾ ഞാൻ കണ്ടുകൊണ്ടാണ് പോകുന്നത്. പുള്ളിക്ക് തിരിച്ച് വ്യാഴാഴ്ച വരണം. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ഷോർട്ട് ട്രിപ്പാണ് എടുത്തേക്കുന്നത്. അരിസോണൊക്കെ നമ്മൾ എടുത്തേക്കുന്നത്. ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പുറകെ കാണാം. തൽക്കാലം ഇപ്പോൾ കുറച്ച് ലേറ്റാണ്. നമ്മളിപ്പോൾ ഉള്ളത് കിച്ചണറിലാണ്. കിച്ചണറിനടുത്താണ് കുറച്ചൊക്കെ ചാനൽ കാണുന്നത്. കളേഴ്സൊക്കെ ഇപ്പോഴൊക്കെ ഫോളാണ്. ഇപ്പോൾ ഫോളായതുകൊണ്ട് തന്നെ കളേഴ്സിനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇലകളെല്ലാം പഴുത്ത് അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ബോർഡറിലോട്ട് എത്ര പെട്ടെന്ന് എത്തണം എന്നിട്ടാണ് നമുക്ക് യാത്ര തുടരാൻ. ബോർഡറോട് തിരക്ക് കണ്ടില്ലെങ്കിൽ ഓക്കെയാണ്. നമ്മൾ ഓൾമോസ്റ്റ് ബോർഡർ എത്താറായി. ഇവിടെ ഒരു ടോൾ എടുക്കണം. സാറിനെ കയറുന്ന ബ്ലൂ വാട്ടർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടോൾ എടുത്തിട്ട് വേണം നമ്മൾ US കയറാൻ വേണ്ടി. അപ്പോൾ തൽക്കാലം ടോൾ എടുക്കട്ടെ. നമുക്ക് ബോർഡറിൽ അത്യാവശ്യം തിരക്കുണ്ട്. ഇതാണ് ബ്ലൂ വാട്ടർ ബ്രിഡ്ജ്. ഞാൻ പല വീഡിയോക്കകത്ത് കാണിച്ചിട്ടുണ്ട് ഈ ബ്രിഡ്ജ്. നമ്മൾ നോർമലി ഈ ഒരു ബോർഡറിനാണ് എടുക്കുന്നത്, സർണിയ ബോർഡറിനാണ് എടുക്കുന്നത്. ബോർഡർ വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല നീണ്ടൊരു ക്യൂ തന്നെയാണ്. അപ്പം നമ്മൾ ബോർഡർ സേഫായിട്ട് ക്രോസ് ചെയ്തു. വേറെ വള്ളിക്കെട്ടുകളൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ കൊണ്ടുപോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ സോളാർ പാനലാണ്.
അരിസോണയിൽ ടെമ്പെ തന്നെയല്ലേ, ടെമ്പെ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് അറിയത്തില്ല. ടെമ്പെ എന്നൊരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാണ് ഷോൺ ബ്രോ അല്ലേ. പുള്ളിയുടെ പെറ്റ് നെയിമാണ് അല്ലേ, പെറ്റ് നെയിം തന്നെയാണ് പുള്ളിയുടെ പേരെന്നൊക്കെ പറഞ്ഞാണല്ലോ. ഫുൾ നെയിം എന്ന് പറഞ്ഞ ബ്രോ? അത് ഹാരോൺ ഗോൾസാൽവസ്. അതിന് മുമ്പ് വേറൊരെണ്ണമുണ്ടല്ലോ, എൻ്റെ പൊന്നെ. എഴുതി അനിവാസി തിരിച്ചാണ് തന്നെ എഴുതിയത് കേട്ടോ. മുട്ടനൊരു പേരാണ്. ഷോൺ എന്നാണ് പുള്ളിയെ കമ്പനിയിലൊക്കെ അറിയപ്പെടുന്നതും അത് പുള്ളിയുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ അറിയപ്പെടുന്നതും. നമ്മൾ കമ്പനി വിളിച്ചപ്പോൾ ഷോണോ അതാരാന്ന് ചോദിക്കും. നോർമലി പുള്ളിയുടെ പെറ്റ് നെയിമാണ്. നാട്ടിലെവിടെ ബ്രോ? കണ്ണൂർ. യെസ്, കണ്ണൂരാണ്. എത്ര ട്രിപ്പായി? എത്ര നാളായി? അപ്പം പുള്ളി 7 ട്രിപ്പ് ആയി. രഞ്ജു ബ്രോയുടെ പാർട്ട്ണറാണ്. രഞ്ജു ബ്രോയ്ക്ക് ഞാൻ പറഞ്ഞത്, രഞ്ജു ബ്രോയ്ക്ക് വയ്യായിരിക്കുന്നതുകൊണ്ട് പുള്ളിക്ക് പകരമായിട്ടാണ് ഞാൻ ഓടുന്നത്. ഞാനും സന്തോഷ് ചേട്ടനോടാണ് ടീമായിട്ട് നമ്മുടെ വൈറ്റ് ട്രക്കുണ്ട്, ആ ട്രക്കിൽ ഓടിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ ശരിക്കും 1-2 ആഴ്ചത്തെ വെക്കേഷന് ശേഷമാണ് ഈ ട്രിപ്പ് എടുക്കുന്നത്. നമ്മൾ പോകുന്നത് I-40 എടുത്താണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് റൂട്ടിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. തൽക്കാലം ഇപ്പോൾ ഫുഡ് കഴിക്കട്ടെ. ചപ്പാത്തിയും ഉപ്പുമാവും അല്ലേ, ചിക്കൻ കറി, അതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. നേരത്തെ കഴിച്ചിട്ട് നേരത്തെ പോകണം, സമയം കളയാനില്ല. യെസ്. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. വെള്ളം പറ്റിക്കും. അപ്പം നെക്സ്റ്റ് ഡേ ആഫ്റ്റർനൂൺ ആണ് ഓൾമോസ്റ്റ്. നമ്മളിപ്പോൾ ഒക്കലഹോമ സിറ്റിയുടെ അടുത്തായിട്ടുണ്ട്. രാവിലെ ഏർലി മോർണിംഗ് ആണ് നമ്മുടെ ഷിഫ്റ്റ് ചേഞ്ച് എല്ലാം കഴിഞ്ഞു. ഓൾമോസ്റ്റ് എൻ്റെ 8 hour ഷിഫ്റ്റ് ഞാൻ ഓടിച്ചു കഴിഞ്ഞു. ഇനി ഒരു 16 മിനിറ്റൂടെ ബാക്കിയുള്ളായിരുന്നു. ഓഫ് ഡ്യൂട്ടി ടേക്കാണ്. അപ്പോൾ ഇനി കമ്പൽസറി 1/2 മണിക്കൂർ ബ്രേക്ക് എടുക്കണം. അപ്പോൾ നമുക്ക് വണ്ടിയെല്ലാം ഒന്ന് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യണം, ടയേഴ്സും കാര്യങ്ങളെല്ലാം പോകണം. അതുപോലെ തന്നെ വാഷ്റൂമിലൊന്ന് പോകണം. ദാറ്റ്സ് ഓൾ. നമുക്കിനി വണ്ടിയെല്ലാം ചെക്ക് ചെയ്ത് വാഷ്റൂമെല്ലാം പോയിട്ട് വന്നിട്ട് യാത്ര തുടരാം. രാവിലെ എല്ലാം അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു. ഇപ്പോഴാണ് നല്ല വെയിലായിട്ടുണ്ട്. നമ്മൾ ട്രക്ക് തന്നെ ഇവിടെ അങ്ങ് പാർക്ക് ചെയ്തു. ഞാൻ ശരിക്കും കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ട്രക്ക് ഓടിക്കുന്നത്. എനിക്ക് തോന്നുന്നൊരു 1-2 മാസങ്ങൾക്ക് ശേഷമാണ് ഈ ബ്ലാക്ക് ട്രക്ക് ഞാൻ ഓടിക്കുന്നത്. എൻ്റെ ഒരു ഫേവറേറ്റ് വണ്ടിയാണിത്. കുറേ നാളുകൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും വണ്ടി ഓടിക്കാൻ പഠിച്ചതും അല്ലെങ്കിൽ നമ്മുടെ കൈ തെളിഞ്ഞതും രഞ്ജു ബ്രോയുടെ കൂടെയൊക്കെയും ജിമേഷേട്ടനോടൊക്കെ കൂടുതലും പോയേക്കുന്നത് ഈ വണ്ടിയിലായിരുന്നു. അത് കഴിഞ്ഞാണ് നമ്മളിപ്പോൾ വൈറ്റ് ട്രക്കിലോട്ട് പോയി. ആ വൈറ്റ് ട്രക്കിൽ പോയിട്ട് ഞാൻ ഇതൊരു വീഡിയോ എടുത്തിട്ടില്ല. പല പല സാഹചര്യങ്ങളിലൊക്കെ പോകുന്നതുകൊണ്ടും ആ വണ്ടിയായിരുന്നൊരു വീഡിയോ ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല. അഗെയിൻ ബാക്ക് ഈ വണ്ടിയിൽ തന്നെയാണ് നമുക്കൊരു വീഡിയോ എടുക്കാൻ സാധിച്ചത്. എന്തായാലും നമുക്കൊന്ന് ഞാൻ വാഷ്റൂം എടുക്കുന്നു ഇപ്പോൾ അത്യാവശ്യമായിട്ട്. അപ്പോൾ വാഷ്റൂമിലെല്ലാം പോയി ഓക്കെയാണ്. നമുക്ക് സാധാരണ ഒരു നോർമൽ റെസ്റ്റ് ഏരിയ അല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ ഇതിന് എൻട്രൻസ് തന്നെ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് കയറുന്നത്. നമ്മൾ സാധാരണ എല്ലാം റൈറ്റ് സൈഡിലാണ് വരുന്നത്. ഇത് നോർമലി അല്ല, ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറി. പക്ഷേ ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അത്യാവശ്യം ഇപ്പം മഗ്ഡി ഉണ്ട്, ഫ്യൂവലുണ്ട്, അത്യാവശ്യം കുറേ സ്റ്റോറുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് നല്ലൊരു ഫെസിലിറ്റി തന്നെയാണ്. അപ്പം അത് നമ്മൾ ട്രക്ക് ഞാൻ രഞ്ജു ബ്രോയും അതുപോലെ ഞാൻ ജിമ്മി ഷേട്ടനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനോട് പ്രത്യേക ഒരു താല്പര്യമുള്ളൊരു വണ്ടിയാണ് എനിക്ക്.
പ്രത്യേക അഴകാണ്. ഇതിന് തന്നെ നല്ലൊരു ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. ഈ വണ്ടി എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ തിരക്കുകയും ജെയ്സി ചേട്ടൻ്റെ വീഡിയോ വന്നാണെങ്കിൽ പോലും നമ്മുടെ വീഡിയോയിലും ആൾക്കാർ സ്പോട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഞാൻ വണ്ടി കണ്ടായിരുന്നു, വണ്ടി ഇങ്ങനെ പോകുന്ന കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജൊക്കെ വരാറുണ്ട്. യെസ്. അപ്പോൾ എന്തായാലും നമുക്ക് ബ്രേക്ക് എടുക്കണം. പിന്നെ ടയേഴ്സ് എല്ലാം ചെക്ക് ചെയ്യണം. അപ്പോൾ എല്ലാ ടയറുകളെല്ലാം ഒന്ന് അടിച്ച് നോക്കണം. ഓക്കെ. ഫിഫ്ത്ത് വീല് വലിക്കുന്ന സാധനം. നമുക്ക് ടയേഴ്സ് എല്ലാം അടിക്കുന്നത് പഞ്ചറുണ്ടോ ആയോ എന്നൊക്കെ നോക്കുന്നതാണ് മെയിൻലി. അത് ആണിയോ എല്ലാം കുത്തിരിപ്പോണം നോക്കണം. സീലെല്ലാം ഉണ്ട്. ഓക്കെ. കല്ലൊക്കെ കെട്ടിപ്പോകുന്ന എന്താ കൊല്ലു. നമ്മളിപ്പോൾ മാക്സിമം എല്ലാ സ്റ്റോപ്പുകളും വണ്ടി നിർത്തുന്ന സമയത്തെല്ലാം നമ്മൾ ഈ ടയേഴ്സ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യും. പ്രത്യേകിച്ച് ഇത്രയും ദൂരം ഓടുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ടയേഴ്സിൽ ആണി കയറാനും പഞ്ചറാകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഇത്ര വെയിറ്റ് ഉള്ളതല്ലേ. അപ്പം പ്രോപ്പറായിട്ട് ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു പരിധി വരെ പണികളൊക്കെ ഒഴിവാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സർക്കിൾ ചെക്ക് പോലെ തന്നെ മൊത്തത്തിൽ നമ്മളൊന്ന് വണ്ടി ചെക്ക് ചെയ്തിട്ട് നമ്മളെല്ലാ സ്റ്റോപ്പിൽ നിന്നും പോകത്തുള്ളൂ. എന്തായാലും ബ്രേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂറുണ്ട്. ഒരു 10-20 മിനിറ്റ് കാണാം. എന്തായാലും റെസ്റ്റ് എടുക്കട്ടെ. നമ്മുടെ ബ്രേക്ക് ഓൾമോസ്റ്റ് തീരാറായി. ഞാൻ ആ ടൈമിൽ തന്നെ നമ്മുടെ ഫ്യൂവലിൻ്റെ റെസിപ്റ്റും അതുപോലെ ബാക്കി കാര്യങ്ങളിലെ പേപ്പർ വർക്കെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടിയും ക്ലീൻ ചെയ്ത് ഇങ്ങനെയുള്ള സമയത്തൊക്കെ പെട്ടെന്ന് വണ്ടി ക്ലീൻ ചെയ്യാനും ഒക്കെ നമുക്ക് കുറച്ച് ടൈം കിട്ടുന്നത്. അതെല്ലാം ചെയ്ത് വെച്ചിട്ട് ഉടനെ തന്നെ നമുക്ക് ഇന്ന് പോയേക്കാം. നമ്മളിപ്പോൾ ഉള്ളത് എറിക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ലൗസിലാണ്. പക്ഷേ ഫ്യൂൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല പ്രൈസ് ആയിരുന്നു ഇതിന്. കമ്പാരിറ്റീവ് ഇവിടെയാണ് ചീപ്പർ. അപ്പോൾ എൻ്റെ ഷിഫ്റ്റ് ഇവിടെ വെച്ച് തന്നെ തീരും. ഷിഫ്റ്റ് ചേഞ്ചോടാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. ഷോണ് അകത്തോട്ട് ഫ്രഷ് ആകാൻ വേണ്ടി പോയേക്കാണ്. ഇത് ഫ്യൂൽ അടിച്ചിട്ടാണ് എനിക്കൊന്ന് പോയി ഫ്രഷ് ആകാൻ. ഫുഡ് കഴിക്കണം, എന്നിട്ട് പോകണം. നമുക്ക് നാളെ രാവിലെ 8 മണിക്കാണ് ഡെലിവറി പറഞ്ഞേക്കുന്നത്. എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കണം. എന്നാലും കയറി ചെല്ലും. ഇപ്പോഴത്തെ ടൈം വെച്ചിട്ട് അത്യാവശ്യം ഓടിക്കയറുന്നതിനാണ് അത് കാണുന്നത്. ലേറ്റ് ആകാൻ തോന്നുന്നില്ല. എന്തായാലും ഇപ്പം ഇനി ഫ്യൂൽ അടിക്കട്ടെ. ഫ്യൂൽ അടിച്ചിട്ട് ബാക്കി വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ ഫ്യൂലെല്ലാം അടിച്ചു, ഫുഡെല്ലാം കഴിച്ചു, ബ്രേക്ക് എല്ലാം കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഷോൺ ബ്രോ കോഫി എടുക്കാൻ മറന്നുപോയി. പുള്ളി രണ്ടാമത് കോഫി എടുക്കാൻ വേണ്ടി പോയേക്കുവാണ്. ഇനിയൊരു 1405 കിലോമീറ്ററൂടെ
നമുക്കിനിയുണ്ട് നമ്മുടെ ഡെലിവറി ലൊക്കേഷനോട്ട്. പള്ളിയെ നമ്മളെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇനി പുള്ളി പോയി കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റും. നമുക്കിവിടെ നല്ലതായിട്ട് ചേർന്നാണ്. ഇനിയിപ്പം ഇനിയിപ്പം ഷോൺ ബ്രോ വന്നാണെങ്കിൽ നമുക്ക് പോയേക്കാം. ബാക്കിൽ നമ്മുടെ വണ്ടി, ബാക്കിൽ വേറൊരു വണ്ടി വന്ന് ഫീലടിക്കാൻ നിൽപ്പുണ്ട്. നമ്മൾ കുറച്ച് നേരം അവിടെ നിൽക്കുന്നു. ഞാൻ പുള്ളി ഓടി വരുന്നുണ്ട്. ലെറ്റ്സ് ഗോ. വീഡിയോ എടുക്കാനാണ്.